കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് അത്ഭുതം നടക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭക്തിയോട് കൂടി തന്നെ ഈ പ്രഭാത പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കാം. ഈ പ്രഭാത പ്രാർത്ഥന എന്ന് പറയുന്നത് കൃപാസന മാതാവിനോടുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രഭാത പ്രാർത്ഥന നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അപ്പം കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് തീർച്ചയായിട്ടും ഈ പ്രഭാത പ്രാർത്ഥന ഭക്തിയോടുകൂടി തന്നെ നിങ്ങൾ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഈ പ്രഭാത പ്രാർത്ഥന പങ്കെടുക്കുമ്പോഴും മറ്റു കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ദിവസത്തെ പ്രാർത്ഥനകളും അന്നന്ന് ദിവസങ്ങളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതായത് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ നിങ്ങൾ ഒരു ദിവസം മാറ്റി വെച്ചാൽ മാത്രം മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം തന്നെ മാതാവിൻ്റെ ഇടപെടൽ മൂലം എടുത്തു നീക്കുവാനായിട്ട് ഈ പ്രാർത്ഥനകൾ നിങ്ങളെ സഹായിക്കും. അപ്പം പറയുന്നത് അതുപോലെ തന്നെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകും. പൈശാചിക ചിന്തകളും പൈശാചികമായിട്ടുള്ള പ്രലോഭനങ്ങളും അതുപോലെ തന്നെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളും ചുറ്റുപാടിൽ നിന്നും ഉണ്ടാകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നിങ്ങൾ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ കൃപാസന മാതാവിനോട് ഈ പ്രാർത്ഥന നിങ്ങൾ ഏറ്റുപറയുക. തീർച്ചയായിട്ടും അതിനൊക്കെയുള്ളൊരു പരിഹാരം കൃപാസന മാതാവ് നിങ്ങൾക്ക് കൽപ്പിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ദിവസത്തെ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുക. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവാതെ കൃപാസന മാതാവ് അതെല്ലാം നിങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കിടക്കാം. പ്രഭാത പ്രാർത്ഥന നിങ്ങൾ ഭക്തിയോട് തന്നെ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കൃപാസന മാതാവിനോട് സമർപ്പിക്കുക. അതുപോലെ തന്നെ അമ്മ മാതാവെ, ഈ പ്രാർത്ഥനയിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് കമൻ്റായിട്ട് അവനവരുടെ ആവശ്യങ്ങൾ പറഞ്ഞവരെ ആവശ്യങ്ങൾ അമ്മ മാതാവ് അങ്ങയുടെ മുന്നിലേക്ക് ആദ്യം തന്നെ ഞാൻ സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് എടുക്കുകയും കൂടിയും ചെയ്യുക. അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥം എടുത്ത നല്ല അനുഗ്രഹങ്ങൾ കൃപകൾക്ക് ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനം നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേകതയിലും സംരക്ഷണം വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവചന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ വ്യക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിലെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യ സന്ധിപ്പം കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മയെ ഭൂസ്വർഗ ലോകങ്ങളുടെ രാജ്ഞി അങ്ങേക്ക് ഭൗമ സംരക്ഷണ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ ജോമാർ മാതാവേ, സകലകൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന് പ്രത്യേക നിയമം, അതുപോലെ തന്നെ അമ്മേ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ പ്രത്യേക നിയോഗവും അമ്മേ മാതാവ് അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടലുണ്ടാകണം. അവർ തീർച്ചയായിട്ടും അമ്മ ഏതെല്ലാം രീതിയിലൂടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലൊക്കെ അമ്മയുടെ ഇടപെടലിലൂടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അവർക്ക് ഏതെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലാണോ ഉള്ളത് ആ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി കൊടുക്കണം. ഈ അനുഗ്രഹവേളയെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സുരക്ഷിതനായ പിതാവും ആകാശത്തിൻ്റെ മോടി സൃഷ്ടവുമായ ദൈവത്തിനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ ഉത്തരമത്സരസ്നാകന്യാമറിയുന്ന ബന്ധസ്പിരാദോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് പിടിച്ചിറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിറങ്ങി മരിച്ചിട്ടായിരുന്നു 3 സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിവത്തിരിക്കുന്നു. അവിടുന്ന് ജീവിതത്തിന് മനുഷ്യരെ ബന്ധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിസ്താത്വലികസവരെ പുണ്യന്മാരുടെ ഐക്യത്തിനും പാവോടും മോഹനത്തിന് ശരീരത്തിനായി നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സർവസ്ത്രനായ പിതാവേ, അങ്ങയുടെ താമസിച്ചാണ് മേട് രാജ്യങ്ങളുടെ മേടത്തിലാണ് സുസ്രവത്തിലെ ഓരോരാണമേ അന്ന് വേണ്ടി ആഹാരം നടത്തിയാണ് മേട് തെറ്റി എന്നോട് അന്വേഷിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളുടെ വീക്ഷണപ്പുറം നിർത്തരാൻ രക്ഷണം എന്ന് പറഞ്ഞാൽ സുസ്ഥീർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ് ദുരിതമായ ശിവ അനുഗ്രഹിക്കപ്പെട്ടാണ്. പരിശുദ്ധമേ മേപ്പാനുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്ത് വരാനോട് വീക്ഷണമേ എന്ന് പറഞ്ഞാൽ സുസ്ഥീർത്താവുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ് ദുരിതമായ ശിവ അനുഗ്രഹിക്കപ്പെട്ടാണ്. പരിശുദ്ധമേ മേപ്പാനുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്ത് വരാനോട് വീക്ഷണം എന്ന് പറഞ്ഞാൽ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ് ദുരിതമായ ശിവ അനുഗ്രഹിക്കപ്പെട്ടാണ്. പരിശുദ്ധമേ മേപ്പാനുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് നമ്പുരാനുടെ വിഷ്ണു എന്ന് പറഞ്ഞാൽ സുസ്ഥീർത്താവുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ് നമ്മുടെ രക്തമായ ശിവ അനുഗ്രഹിക്കപ്പെട്ടാണ്. പരിശുദ്ധമേ മേപ്പാനുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് നമ്പുരാനുടെ വിഷ്ണു എന്ന് പറഞ്ഞാൽ സുസ്ഥീർത്താവുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ് രക്തമായ ശിവ അനുഗ്രഹിക്കപ്പെട്ടാണ്. പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് നമ്പുരാനുടെ വിഷ്ണു എന്ന് പറഞ്ഞാൽ സുസ്ഥീർത്താവുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ് നമ്മുടെ രക്തമായ ശിവ അനുഗ്രഹിക്കപ്പെട്ടാണ്. പരിശുദ്ധമേ എപ്പോഴും ഞങ്ങളുടെ സമയത്ത് നമ്പുരാനുടെ വിഷ്ണു എന്ന് പറഞ്ഞാൽ സുസ്ഥീർത്താവുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ് രക്തമായ ശിവ അനുഗ്രഹിക്കപ്പെട്ടാണ്. പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് നമ്പുരാനുടെ വിഷ്ണു ദാനപത്രം വിസ്ഥാനമായ സ്തുതി അതിലെ പോലെ എപ്പോഴും നയിക്കാമേ.
എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അമ്മേനെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ അടുപ്പിക്കുക.